എന്റെ ഹരിച്ചേട്ടനെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് കൊടും കുറ്റം ചെയ്തവനെ പോലെ നിർത്തുവാണോ? എന്റെ ചേട്ടൻ കുറച്ചല്ല കുറച്ചധികം സെൽഫിഷ് ആണെന്നുള്ളതൊക്കെ നേരാ, സമ്മതിച്ചു. പക്ഷേ ഇതുപോലൊരു പെണ്ണിനെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. ഞാനെന്നല്ല, എന്റെ ചേട്ടനെ അറിയുന്ന ആരും വിശ്വസിക്കില്ല. ഇതുവരെ കണ്ടതിന് നേരെ എതിരാണല്ലോ ഇപ്പൊ എന്റെ മോളുടെ സംസാരം. ഇത് മാഡത്തിന്റെ മോളുടെ പുതിയ പ്ലേ. ദേ, ആരോ എഴുതിയ ഒരു കത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിയല്ല. കത്തിന്റെ പേരിലല്ല തീരുമാനം എടുക്കുന്നത്. ഏതെങ്കിലും ഒരു പെണ്ണ് താൻ പെറ്റ കുഞ്ഞിന്റെ അച്ഛൻ ഇന്നയാളാണെന്ന് കള്ളം പറയോ? തന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പറയാനുള്ള എല്ലാ അവകാശവും അധികാരവും അതിനെ പ്രസവിച്ച അമ്മയ്ക്ക് തന്നെയാ ഉള്ളത്. ആ കത്തെഴുതിയ രാധികയ്ക്ക് ഉണ്ടാവില്ലേ ആത്മാഭിമാനം? കത്തിലെഴുതിയ തെറ്റാണെങ്കിൽ ദേ ഈ കുഞ്ഞു പറയട്ടെ. എന്റെ ചേട്ടനെ വലിയ കുറ്റവാളിയാക്കാൻ നിങ്ങൾക്ക് വല്ലത്ത് തിടുക്കമാണല്ലോ. എനിക്കൊരു തിടുക്കവും ഇല്ല. ഈ ഹരികൃഷ്ണന്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ഇവന്റെ ഭാര്യയെ ജീവിക്കാൻ എന്റെ മകൾക്ക് സാധിക്കുമോ എന്നതാ എന്റെ ചോദ്യം. നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട് ആന്റി. അച്ഛനാരാണെന്ന് കുട്ടി പറയട്ടെ. മോളെ, മോള് പറ, ആരാ മോളുടെ അച്ഛൻ?